ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് LGSന്റെ 26ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ചാണ്, ഭരണഘടനാ നിർമ്മാണ സഭ. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിനായി നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ഒരു ദൗത്യമുണ്ട്. PSC ചോദിക്കാറുണ്ട് മക്കളെ, ആ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്, ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഇന്ത്യയിൽ വന്നത് എന്നുള്ളത് PSC ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. എന്നാണ് വന്നത്? 1946 മാർച്ച് 24-നാണ് ഈ ദൗത്യ സംഘം എവിടെ എത്തിയത്? ഡൽഹിയിൽ എത്തിയത്. ആരായിരുന്നു ഇവരെ ഇന്ത്യയിലേക്ക് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി. ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. ആരെ? ഈ പറയുന്ന ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ഏത് പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ആണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഈ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് അതിലെ അംഗങ്ങളെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്, താഴെ പറയുന്നവയിലെ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിലെ ചെയർമാൻ ആരാന്നുള്ളത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നിലവില് ഈ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതും PSCക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ മക്കളെ പഠിച്ചു വച്ചോ, 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങൾ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് മക്കളെ? 3 എണ്ണമാണുള്ളത്. എത്ര എണ്ണമാണ്? 3 എണ്ണമാണ് ഉള്ളത്. ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മക്കളെ? ഒന്നാമത്തെ പെത്തിക് ലോറൻസ്, രണ്ടാമത്തെ സ്റ്റഫോർഡ് ക്രിപ്സ്, മൂന്നാമത്തെ AV അലക്സാണ്ടർ. അങ്ങനെ 3 പേരാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. 3 പേര് ആരൊക്കെയാണ്? ഒന്ന് പെത്തിക് ലോറൻസ്, അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത്, ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെത്തിക് ലോറൻസ്. അപ്പോൾ പെത്തിക് ലോറൻസ് ആണ് അതിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി സ്റ്റാഫോർഡ് ക്രിപ്സ്, മൂന്നാമത്തെ വ്യക്തി AV അലക്സാണ്ടർ. ഓക്കെ, അപ്പോൾ ഈ 3 പേരെയും ഓർത്തു വയ്ക്കുക. ക്യാബിനറ്റ് മിഷനിലെ പ്രധാന അംഗങ്ങൾ 3 പേരാണ്: പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. എന്തായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ചും ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചും ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ചും ഭരണഘടനാ നിർമ്മാണത്തെക്കുറിച്ചും ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയാണ് ആര് വന്നത്? ക്യാബിനറ്റ് മിഷൻ വന്നത് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്തായിരുന്നു ഇവരുടെ നിർദ്ദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ വിഭജിക്കാതെ ഒരു യൂണിയനായി നിലനിർത്താനും ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാനുമായിരുന്നു ഈ എന്തെന്ന് പറയുന്നത് ദൗത്യം ശുപാർശ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ വിഭജിക്കാതെ ഒരു യൂണിയനായി നിലനിർത്താനും ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ എന്ത് ചെയ്തു? ശുപാർശ ചെയ്തു. ഇതായിരുന്നു എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം മക്കളെ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് മക്കളെ ക്ലെമന്റ് ആറ്റ്ലി. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. എന്നാണ് ഇന്ത്യയിലേക്ക് അവർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC അങ്ങനെ തന്നെ ചോദിച്ചേണ്ട. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ
1946 മാർച്ച് 24. മക്കളെ പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ 5 പ്രാവശ്യം പറഞ്ഞോ, ഒരു നഷ്ടവുമില്ല. 46 മാർച്ച് 24 ആര് വന്നത്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. ഇനി ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പെദ്രിക് ലോറൻസ്, രണ്ടാമത് സ്റ്റാഫോർഡ് ക്രിപ്സ്, മൂന്നാമത് AV അലക്സാണ്ടർ. 3 പേരാണ് എവിടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ചും ഭരണഘടനാ നിർമ്മാണത്തെ കുറിച്ചും ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ഇനി എന്തായിരുന്നു അവർ മുന്നോട്ടേക്ക് വെച്ച നിർദ്ദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ വിഭജിക്കാതെ ഒരു യൂണിയനായി നിലനിർത്താനും ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കാനും അവർ എന്ത് ചെയ്തു? ശുപാർശ ചെയ്തു. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നേരെ നോക്കാം മക്കളെ. ഭരണഘടനാ നിർമ്മാണ സഭ അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1946 ഡിസംബർ 6 എന്നാണ്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 46 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. 46 ഡിസംബർ 6. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാ? 389 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്ന സമയത്ത് അംഗങ്ങൾ എത്രയാണ്? 389 ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്നു. എത്രയാണ്? 296 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. മൊത്തം അംഗങ്ങൾ 389, തെരഞ്ഞെടുക്കപ്പെട്ടത് 296. അതായത് 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരും. ഓക്കെ, അപ്പോൾ 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 പേര്. മക്കളെ ശ്രദ്ധിക്കുക, 292 പേരും. അതേപോലെ തന്നെയോ ചീഫ് ഇലക്ഷന്മാരുടെ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ്? 4 പേരെയും തെരഞ്ഞെടുത്തു എന്നുള്ളത് ഓർക്കുക. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി 82% കോൺഗ്രസ് ആയിരുന്നു. അതായത് 208 സീറ്റ് എന്ന് പറയുന്നത് ആർക്ക് ലഭിച്ചു? കോൺഗ്രസിന് ലഭിച്ചു. അതിൽ മുസ്ലിം ലീഗിന് 73 സീറ്റും മറ്റുള്ളവര് 15 സീറ്റും നേടി എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി, അതായത് 82% വോട്ട് നേടിയത് കോൺഗ്രസ് ആണ്. 208 വോട്ട്, അതായത് 82% വോട്ടും നേടിയത് കോൺഗ്രസ് ആണ്. അതിൽ മുസ്ലിം ലീഗ് 73 സീറ്റും മറ്റുള്ളവർ 15 സീറ്റുമാണ് നേടിയത്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസസ് ആണ്. 55 ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ? 389. അതിൻ്റെ അകത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് 296. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 ചീഫ് ഇലക്ഷന്മാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരെയാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് നേടിയത് കോൺഗ്രസ് ആണ്. അതായത് 82%, 208 സീറ്റ് എന്നുള്ളത് ഓർക്കുക. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യയാണ് യുണൈറ്റഡ് പ്രൊവിൻസസ്, 55 എന്നുള്ളതും ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുമാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുമാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും അതേപോലെ തന്നെ ആനയും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ചീഫ് ഇലക്ഷന്മാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായവര്. ഒന്ന് ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. ആരാണ്? ദേശബന്ധു ഗുപ്തയാണ് ഡൽഹിയിൽ നിന്ന്. അജ്മീർ മേർവാര മുകുന്ദ് ബിഹാരി ലാൽ ഭാർഗവ. അപ്പോൾ
അജ്മീർ മേർവാരയിൽ നിന്ന് മുകുദ് ബിഹാരി ലാൽ ഭാർഗവയാന്നുള്ളത് ഓർക്കുക. ഇനി കൂർഗിൽ നിന്നോ CM പൂനാച്ചെ. CM പൂനാച്ചയാണ് കൂർഗിൽ നിന്നും. ഓക്കെ, അപ്പൊ കൂർഗിൽ നിന്നും വന്നത് CM പൂനാച്ചെ. ബലൂചിസ്ഥാനിൽ നിന്നാണെങ്കിലോ ഖാൻ അബ്ദുസ് സമദ് ഖാൻ ആണ്. ഓക്കെ, അപ്പോൾ ഖാൻ അബ്ദുസ് സമദ് ഖാൻ ആണ് ബലൂചിസ്ഥാനിൽ നിന്ന്. അപ്പോൾ ചീഫ് ഇലക്ഷന്മാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളായവർ ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത, അജ്മീർ മേർവാര മുകുദ് ബിഹാരി ലാൽ ഭാർഗവ, കൂർഗിലാണെങ്കിലോ CM പൂനാച്ചെ, ബലൂചിസ്ഥാൻ ആണെങ്കിലോ ഖാൻ അബ്ദുസ് സമദ് ഖാൻ ആണെന്നുള്ളതും ഓർക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 93 നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ. ഇന്ത്യ വിഭജന ശേഷം പാകിസ്ഥാൻ പ്രദേശം ഉൾപ്പെടെ അംഗങ്ങൾക്ക് പിരിഞ്ഞു പോയതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ 389 നിന്നും 299 ആയി എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിഭജന ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി 389 എന്ന് പറയുന്ന ആ ഒരു അംഗസംഖ്യ എത്രയായിട്ട് കുറഞ്ഞു? 299 ആയിട്ട് കുറഞ്ഞു എന്നുള്ളത് ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 93 നിന്നും 70 ചുരുങ്ങി. ഓക്കെ, രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 17 ഇന്ത്യ വിഭജന ശേഷം എത്രയായി എന്ന് ചോദിച്ചാലോ 15 എന്നുള്ളത് ഓർക്കുക. അപ്പോൾ രൂപീകരിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 17. ഇന്ത്യ വിഭജന ശേഷം വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 15 അപ്പോൾ രൂപീകൃതമാകുമ്പോൾ 17, വിഭജനത്തിന് ശേഷം 15 പാകിസ്ഥാന്റെ ഭരണനിർമ്മാണ സഭയിൽ അംഗങ്ങളായ 2 വനിതകളാണ് ബീഗം ജഹനാര ഷാനവാസും ബീഗം ഷൈസ്ത് സുഹ്രാവർദി ഇക്രാമുള്ള. ഓക്കെ, അപ്പോൾ രണ്ടും ഓർത്തു വയ്ക്കുക. പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ 2 വനിതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ 2 വനിതകളാണ് ബീഗം ജഹനാര ഷാനവാസ്. ആരാണ്? ബീഗം ജഹനാര ഷാനവാസും ബീഗം ഷൈസ്ത സുഹ്രാവർത്തി ഇക്രാമുള്ള. ഓക്കെ, അപ്പോൾ ബീഗം ഷൈസ്ത്ര സുഹ്രാവർത്തി ഇക്രാമുള്ളയാന്നുള്ളതും ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ കുറിച്ച് നമ്മൾ ഉറപ്പായും പഠിച്ചു വെക്കണം. അത് നിലവിൽ എന്താണ് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭ തുടങ്ങിയപ്പോൾ എത്രയായിരുന്നു, അതേപോലെ തന്നെ എന്താണ് ഇന്ത്യ വിഭജനത്തിന് ശേഷവും എത്രയാണ് നിലവിലത്തെ എണ്ണം എന്നുള്ളത് ഒന്ന് ഓർത്തു വച്ചേക്കുക മക്കളെ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. അപ്പോൾ രൂപീകൃതമായത് 46 ഡിസംബർ 6 രൂപീകൃതമായി. 46 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി 46 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം 46 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചത് 46 ഡിസംബർ 13. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് 46 ഡിസംബർ 23. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി പാർലമെന്റിലെ സെൻട്രൽ ഹാളായിരുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി പാർലമെന്റിലെ സെൻട്രൽ ഹാൾ. എന്താണ്? പാർലമെന്റിലെ സെൻട്രൽ ഹാൾ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി പാർലമെന്റിലെ സെൻട്രൽ ഹാൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ? ഈ പറയുന്ന നമ്മുടെ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാണ് അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായതെന്ന് ചോദിച്ചാൽ 46 ഡിസംബർ 9. അപ്പോൾ 6 രൂപീകൃതമായി 9 എന്ത് ചെയ്തു? താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും PSC ചോദിച്ചെങ്ങനെയാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
സച്ചിദാനന്ദ സിൻഹ നിലവിൽ സമ്മേളനത്തിൽ അധ്യക്ഷനായത് താൽക്കാലികമായിട്ട് 46 ഡിസംബർ 9. സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാ 1946 ഡിസംബർ 11 എന്നാണ് 46 ഡിസംബർ 11. അപ്പൊ മക്കളെ 1946 ഡിസംബർ 6 വന്നു. 1946 ഡിസംബർ 9 താൽക്കാലിക സമ്മേളനം, അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. അപ്പോൾ ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11 മക്കളെ 3 ഡേറ്റും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം 1946, ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജിയും അതേപോലെ തന്നെ ആരാണ് VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് HVR അയ്യങ്കാർ ആണ്. HVR അയ്യങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി. ആരാന്ന് ചോദിച്ചാൽ മക്കളെ HVR അയ്യങ്കാർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരാ? JB കൃപലാനി. അപ്പോൾ ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് SN മുഖർജിയാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് SN മുഖർജി. ആരാണ്? SN മുഖർജി. അപ്പോൾ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാ? JB കൃപലാനി. ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആയത് SN മുഖർജി. ആരാണ്? SN മുഖർജി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ വിമർശനങ്ങളാണ്. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഓക്കെ, അപ്പോൾ ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് എന്തിനെ കുറിച്ച് പറഞ്ഞു? ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ. PYക്കുമാണ് മക്കളെ. ഒരു 5 പ്രാവശ്യം പറഞ്ഞു. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന. ഹിന്ദുക്കളുടെ സംഘടന എന്ന് പറഞ്ഞത് വിസ്കൗണ്ട് സൈമൺ ആണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പോൾ 3 വിമർശനങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില ഓസ്റ്റിൻ. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന. ഹിന്ദുക്കളുടെ സംഘടന വിസ്കൗണ്ട് സൈമൺ. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന, അങ്ങനെ പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 17 എണ്ണമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC അത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വച്ചോ, ഒരു നഷ്ടവും ഇല്ല. ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പൊ 3 പേരാണ് വനിതകൾ ഉണ്ടായിരുന്ന. ടോട്ടൽ മലയാളികൾ 17 എണ്ണമാണ്. 3 പേരാണ് മലയാളികൾ. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, ചോദിച്ചേക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയും ആര് തന്നെയാ? ദാക്ഷായണി വേലായുധനാണ്. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ് മക്കളെ? അത് ദാക്ഷായണി വേലായുധനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നമുക്കൊന്ന് നോക്കാം. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്കറിൻ, KA മുഹമ്മദ്, PT ചാക്കോ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് തിരുവിതാംകൂറിൽ നിന്നും വന്നത് എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള,
അതേപോലെ ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മസ്കറിൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. ഇനി കൊച്ചിയിൽ നിന്നോ? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയിൽ നിന്നും വന്നത്. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. മദ്രാസ്, അതായത് മദ്രാസ് സംസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള മലബാറിനെ പ്രതിനിധീകരിച്ചു വന്നത്. ഓക്കെ, അപ്പോൾ മലബാറിനെ പ്രതിനിധിച്ച് നമുക്കറിയാം അന്ന് കേരളം എന്ന് പറയുന്ന 3 ഭരണ മേഖലകളായിട്ടാണ് നിലവിൽ കിടന്നിരുന്നത്. ആ ഒരു സമയം നമുക്കറിയാം ഏറ്റവും മുകളിലെ മലബാർ, അതായത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം, അതായത് മദ്രാസ് പ്രൊവിൻസസിന്റെ ഭാഗമായിരുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? മലബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലബാർ, അതേപോലെ തന്നെ താഴെ വരുന്നത് പിന്നെ കൊച്ചി, അതിന് തൊട്ട് താഴെ വരുന്നതാണ് ഈ പറയുന്ന തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അപ്പൊ കൊച്ചിയിലെ പനമ്പിള്ളി ഗോവിന്ദ മേനോനും അതേപോലെ തന്നെ എന്താണ് തിരുവിതാംകൂറിലാണ് ഈ പട്ടംതാണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മസ്കറിൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. ഇനി മദ്രാസ് അല്ലെങ്കിൽ മദ്രാസ് സംസ്ഥാനത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള മലബാറിനെ പ്രതിനിധീകരിച്ച് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, എം കെ മേനോൻ, ബി പോക്കർ സാഹിബ് ബഹദൂർ, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, പി കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, കെ മാധവ മേനോൻ. യുണൈറ്റഡ് പ്രൊവിൻസസിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യു പിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉത്തർപ്രദേശിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നത് ജോൺ മത്തായി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ യുണൈറ്റഡ് പ്രൊവിൻസസിൽ നിന്ന് ജോൺ മത്തായി, അതേപോലെ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, എം കെ മേനോൻ, ബി പോക്കർ സാഹിബ് ബഹദൂർ, കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, പി കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, കെ മാധവ മേനോൻ. ഇതൊക്കെ എന്താണ്? മദ്രാസ് പ്രൊവിൻസസിനെ പ്രതിനിധീകരിച്ചു വന്നു. ഇനി കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദ മേനോനും തിരുവിതാംകൂറിൽ നിന്ന് പട്ടംതാണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, ആനി മസ്കറിൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമൻസുമാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വൈകിട്ടത്തെ ക്വസ്റ്റ്യൻ ബോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. കിടിലമായി തന്നെ നമ്മൾ ബാച്ച് മുന്നോട്ടേക്ക് പോകും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫ്രണ്ട്സിലേക്കും അതേപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.